بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات ما بينهن إذا اجتنب الكبائر. സദന പറഞ്ഞു, 5 നേര നമസ്കാരങ്ങൾ, ഒരു ജുമ മുതൽ അടുത്ത ജുമ വരെയുള്ള ദിവസങ്ങൾ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഈ കാലയളവിൽ വന്നു ചേരുന്ന ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് വൻപാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ. വൻപാപങ്ങൾ സബഉൽ മൂബിഖാത്ത് 7 ഒരു ഹദീസിൽ വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, പലിശ മുതൽ ഉപയോഗിക്കുക, അനാഥരുടെ സ്വത്ത് അപഹരിക്കുക, സിഹർ അഥവാ ആഭിചാരം, കൊലപാതകം, കള്ളസാക്ഷ്യം വഹിക്കൽ, ഇതൊക്കെയാണ്. ഇതുമാത്രമല്ല വൻപാപങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിൻ്റെ എണ്ണം ഏതാണ്ട് 70ഓളം വരുമെന്നാണ് പറയുന്നത്. അള്ളാഹു കഠിനമായി ഭത്സിക്കുകയോ ശിക്ഷ വിധിക്കുകയോ ചെയ്തിട്ടുള്ള കുറ്റങ്ങളാണ് ഈ വൻപാപങ്ങൾ. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് 700ഓളം വരുമെന്നാണ്. ഇമാം ദഹബി അൽ കബായിർ എന്ന പേരിലൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 70ഓളം വൻപാപങ്ങളെ പറ്റിയാണ്. അതിൽ പറയുന്നുണ്ട്: നിസ്കാരം ഉപേക്ഷിക്കരുത്, സക്കാത്ത് കൊടുക്കാതിരിക്കരുത്, അകാരണമായ റമദാനിലെ നോമ്പ് ഉപേക്ഷിക്കരുത്, കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുക, മാതാപിതാക്കളെ ധിക്കരിക്കുക, കുടുംബബന്ധം വിച്ഛേദിക്കുക, മദ്യപാനം, ചൂതുകളി, മോഷണം, കൈക്കൂലി, അളവിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യൽ, ഇങ്ങനെ പോകുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ 31-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്: ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ. നിങ്ങളോട് വിരോധിക്കപ്പെട്ടിട്ടുള്ള വലിയ കുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ തെറ്റുകളൊക്കെ നാം പുറത്തു വരുന്നതാണ്, നിങ്ങളെ വിശിഷ്ടമായ സ്ഥാനത്ത് അഥവാ സ്വർഗത്തിൽ എത്തിക്കുന്നതുമാണ്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പ്രസ്താവിച്ചിട്ടുള്ളത് സൽക്കർമ്മങ്ങൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും വൻപാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്നാണ്. അതിന് നിഷ്കളങ്കമായ പശ്ചാത്താപം മാത്രമേ വഴിയുള്ളൂ. തൗബ. ആ തൗബക്ക് ചില ഷർത്തുകളുണ്ട്. ഒന്നാമതായി, താൻ ചെയ്യുന്ന ദുഷ്കർമ്മത്തിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക. രണ്ടാമതായി, ചെയ്തുപോയ കുറ്റങ്ങളിൽ അഗാധമായ ഖേദം ഉണ്ടാകുക. മൂന്നാമത്തത്, ഇനി ഒരിക്കലും ആ പാപകർമ്മം ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുക. ഇനി തെറ്റ് ചെയ്തത് മറ്റു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിൽ, ഉദാഹരണം സാമ്പത്തികമോ ശാരീരികമോ മറ്റോ അല്ലെങ്കിൽ അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതോ ആയ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുമായി കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. സൂറത്ത് തഹ്രീം 8-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. വിശ്വാസികളെ, നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി തൗബ ചെയ്യുക. എങ്കിൽ അസാ റബ്ബുക്കും യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. എങ്കിൽ അള്ളാഹു നിങ്ങളുടെ മറ്റ് തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു വരും, നിങ്ങളെ താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ, സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. തൗബയെക്കുറിച്ച് അള്ളാഹു സൂറത്തുൻ നിസായിൽ 17-18 ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. അവിവേകത്തോടെ അല്ലെങ്കിൽ വിവരമില്ലാത്ത രീതിയിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ് തൗബ. സുമ്മ യതൂബൂന മിൻ ഖരീബ്. അങ്ങനെയുള്ള ആളുകൾ അത് കുറച്ച് ബോധവാന്മാരായാലും ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്, പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം വകാനല്ലാഹു അലീമൻ ഹക്കീമ. അള്ളാഹു തആല അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിജ്ഞനുമാണ്. അതേസമയം വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്. മരണം വരെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് അവസാനം മരണം എത്തുമ്പോൾ പറയുകയാണ്: ഇനി തുബത്തുൽ ഞാനിതാ പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു. വലല്ലദീന യമൂത്തൂന വഹും കുഫാർ. അതുപോലെ കാഫിര്യങ്ങളായിട്ട് മരിച്ചു പോകുന്നവർ, അവർക്കൊന്നും തൗബയില്ല.
ഉലായിക്ക് ആഴ്ത്തനാലഹും അദാബൻ അലീമ, അവർക്കൊക്കെ വേദനാജനകമായ ശിക്ഷയാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ റമദാനിലെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഫലപ്രദമാകുന്നതിന് അവയ്ക്ക് തക്ക പ്രതിഫലം ലഭിക്കേണ്ടതിന് ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമദാൻ അതിനുള്ള ഒരു സുവർണാവസരമാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും കടമ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.